അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അല്ലാഹു തആല വേറൊരായത്തിലൂടെ പറയുകയാണ്, വിശപ്പ് തന്നുകൊണ്ട്, ഭയം തന്നുകൊണ്ട്, സമ്പത്ത് നശിപ്പിക്കൽ കൊണ്ട്, അതായത് സാമ്പത്തിക മാന്ദ്യം തന്നുകൊണ്ട്, രോഗം തന്നുകൊണ്ട്, സന്താനങ്ങളെ മരിപ്പിക്കൽ കൊണ്ട്, ഇങ്ങനെയൊക്കെ അല്ലാഹു തആല നമ്മെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ ആരാണോ ക്ഷമിക്കുന്നവൻ അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കൂ നബിയെ എന്ന് പറയുകയാണ്. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അല്ലാഹു തആല പരീക്ഷിക്കുമെന്ന് പറഞ്ഞത്? വിശപ്പ് തന്നുകൊണ്ട്, അതായത് ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാതെ ദാരിദ്ര്യം തന്നുകൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. അതുപോലെ തന്നെ ഭയം തന്നുകൊണ്ട്, മറ്റുള്ള ആളുകളിൽ നിന്ന് പല സ്ഥലങ്ങളിലും ജീവിക്കാൻ തന്നെ പേടിയാണ്, അങ്ങനെ ഭയം തന്നുകൊണ്ട്, അതുപോലെ തന്നെ രോഗം തന്നുകൊണ്ട്, ചെറുതോ വലുതുമായ ഒരുപാട് രോഗങ്ങൾ അല്ലാഹു തആല തന്നുകൊണ്ട് പരീക്ഷിക്കും. നമുക്കറിയാലോ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. എത്രത്തോളം വലിയ രോഗമാണ് അല്ലാഹു തആല കൊടുത്തത്, എത്രത്തോളമാണ് അല്ലാഹു തആല പരീക്ഷിച്ചത്. അല്ലാഹുവിനിക്ക് ഇഷ്ടമുള്ള ആളുകളെ അല്ലാഹു തആല പരീക്ഷിക്കും. അത് അവരുടെ സ്ഥാനം ഉയർത്താൻ വേണ്ടിയാണ്. അല്ലാഹു തആല ശരീരമാസകലം പുണ്ണ് കൊടുത്തുകൊണ്ട്, അതിൽ പുഴുക്കൾ കയറിക്കൊണ്ട്, ശരീരത്തിന്റെ മാംസങ്ങളൊക്കെയും കരണ്ട് തിന്നുന്ന രൂപത്തിൽ പുഴുക്കൾ അങ്ങോട്ട് തിന്നാൻ തുടങ്ങിയിട്ട് പോലും അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞോ? അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്താൽ ഉടൻ തന്നെ പരിഹരിക്കുന്ന രോഗമേ ഉള്ളൂ, കാരണം അള്ളാഹുവിന്റെ നബിയാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു പരാതി അള്ളാഹുവിനോട് പറഞ്ഞോ? അവസാനം പുഴുക്കൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കയറിയിട്ട് മാംസങ്ങൾ തിന്നിട്ട് ശരീരത്തിനകത്തോട്ട് കയറി കയറി പോകുമ്പോ അവസാനം അള്ളാഹുവിനിക്ക് ദിക്ർ ചൊല്ലുന്ന നാവിലേക്ക് പോലും പുഴുക്കൾ കയറാൻ തുടങ്ങിയപ്പോ ആ സമയത്താണ് അള്ളാഹുവിനോട് പറഞ്ഞത്, പടച്ചോനെ എനിക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്ത്? ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നമ്മളാണെങ്കിലോ ചെറിയ ഒരു രോഗമെങ്ങാനും നമുക്ക് അല്ലാഹു തആല തന്നാൽ, ഒരു തലവേദന, ഒരു ദിവസം തലവേദന വന്നു, പിറ്റേ ദിവസവും തലവേദന വന്നാൽ ഇതെന്തൊരു എടങ്ങേറിന്റെ തലവേദനയാണ്, ഒരാക്കലാണ്. പാടില്ല. അല്ലാഹു തആല നമുക്ക് രോഗങ്ങൾ തരുന്നത് പരീക്ഷിക്കാനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ദോഷം പൊറുക്കാനായിരിക്കും. ഈ രണ്ട് രൂപത്തിലാണ് അല്ലാഹു തആല രോഗങ്ങൾ തരുന്നത്. പിന്നെ അല്ലാഹു തആല പറഞ്ഞത് സാമ്പത്തിക മാന്ദ്യം തന്നുകൊണ്ട്, അതായത് സമ്പത്ത് കുറച്ചു കുറച്ചു കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന പൈസ നമ്മുടെ ചെലവിന് തന്നെ തികയാത്ത ഒരവസ്ഥ, അങ്ങനെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടും. വീണ്ടും അല്ലാഹു തആല പറഞ്ഞത് സന്താനങ്ങളെ മരിപ്പിക്കൽ കൊണ്ട്, സ്വന്തം മക്കളെ മരിപ്പിക്കൽ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും.